ലക്ഷ്മി, ഇവിടുന്ന് പോ. നീയും അനിയത്തിമാരും നിങ്ങളുടെ ഏട്ടനെ കൂട്ടിട്ട് ഇവിടുന്ന് പോ. എന്നോട് ക്ഷമിക്കണം. തീപ്പെട്ടി ഇങ്ങെടുത്തടാ. എടാ ഇത് കാര്യാടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതെങ്ങനെ കത്തിക്കും? കത്തിക്കാം, ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എവിടെ പോയിട്ട് വരുവാ? കടയിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോവുക. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് വേണ്ട സാധനം ഇവന്റെ കയ്യിൽ ഉണ്ടാവുമെന്ന്. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടയിലോട്ട് വന്ന് വാങ്ങിച്ചോ. അല്ലാതെ വഴിയിൽ കള്ളന്മാരെ പോലെ നിന്ന് വേണ്ടാത്ത പണി കാണിക്കല്ലേ. തീപ്പെട്ടി വേണമല്ലോ. നിനക്ക് വലിക്കുന്ന ശീലമില്ലാത്തോണ്ട് നിന്റെ പോക്കറ്റിൽ കാണില്ലല്ലോ. അതുകൊണ്ട് അവൻ ചാക്കിൽ കൈവച്ച. കടയിൽ കൊണ്ട് വിൽക്കാൻ പോവുകയല്ലേ നീ? ഞങ്ങൾ തരാൻ 2 രൂപ. എന്താടാ ഇവൻ? നമ്മളെ കളിയാക്കുമ്പോഴും അവൻ ചിരിച്ചോണ്ടിരിക്കുക. ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയതാ. എൻ്റെ അറിവില് പേ പിടിച്ച പട്ടിയെ പോലും ഞാനിങ്ങനെ തല്ലിയിട്ടുണ്ടാവില്ല. നിന്റെ സംസാരത്തിൽ കൂടുന്നുണ്ട് ഗൗതം. മുതലാളിയുടെ ബന്ധുവായതുകൊണ്ടാ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചത്. ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം നിങ്ങളോടും മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചത്. പിന്നെ ഒരു കാര്യം, സിഗരറ്റ് വലിച്ചില്ലെങ്കിലും നിങ്ങളുടെ വായിന്ന് പുക വരുത്താൻ എനിക്കറിയാം. ഞാൻ അടിക്കുന്ന അടിയിൽ എന്താടാ ഞങ്ങളെ അടിക്കുമെന്നാണോ? ആ അടിക്കടാ. ആ അടിക്കുമെന്നാണോ? അടിച്ചു നോക്കടാ. ഈ പച്ച കുത്തിയത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ.
എന്താ ചെയ്യുന്നേ? നിന്നെ ഞാൻ ഇവിടെ വെച്ചൊന്നും ചെയ്യില്ല, അവിടെ വെച്ച്. നടക്കടാ, നടക്കടാ. ഗൗതം, എന്തായി ചെയ്യുന്നേ? അത് നിങ്ങളല്ല ചോദിക്കേണ്ടത്, ഞാൻ ചോദിക്കും. എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന്. എന്തു പറ്റിയാ? എന്റെ അച്ഛനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു നിന്റെ അച്ഛൻ. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ പവർ കട്ട് ചെയ്ത് എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ഒരു റൗഡിയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ പച്ച കുത്തിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ വേറെ ആരുമല്ല, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഇവനാണ്. ഇതാ ഞാൻ പറഞ്ഞ പച്ച. ഇവനെ പറഞ്ഞയച്ചത് നിന്റെ അച്ഛൻ തന്നെയാണ്. ഞാനിവനെ കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടും. ഒരു കാരണവുമില്ലാതെ എന്റെ ജോലിക്കാരനെ കൊന്നാൽ നിന്റെ ജീവിതാവസാനം വരെ നീ ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്ക് ജന്മം നൽകി എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ഇവനെ ഞാനെന്താ വെറുതെ വിടണോ? എന്താടാ, ഈ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നവനാണോ നിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുവാണോ നീ? നീ ഇതുകൂടി കണ്ടോ? എത്ര പേര് നിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് നിനക്കറിയാമോ? എല്ലാവരും വാടാ. പറഞ്ഞോ മുതലാളി. കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുക്ക. നോക്ക് ഗൗതം, നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ചുവന്ന സാരി ഉടുത്ത് വരുന്നവരെല്ലാം എൻ്റെ ഭാര്യമാരാണെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചുവന്ന സാരി ഒരുപാട് പേര് ഉടുക്കാറുണ്ട്. അവരെല്ലാവരും സ്വന്തം ഭാര്യയാണെന്ന് വിചാരിച്ചാൽ എങ്ങനെയാ? ഇതും അങ്ങനെ തന്നെ. നിന്റെ അച്ഛനെ കൊല്ലാൻ ആരോ വന്നെന്ന് പറയുന്നു. അവൻ്റെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷേ ഇവരുടെ എല്ലാവരുടെ കയ്യിലും പച്ച കുത്തിയിട്ടുണ്ട്. ഇനി പറ, നിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് ഇവനോ അതോ ഇവനോ? അതല്ല ഇവനോ? പറ.
എന്താ ഗൗതം ആലോചിക്കുന്നത്? ഇനി ഒരുപക്ഷെ അവനുമല്ല ഇവനുമല്ല നിങ്ങളാണ് എൻ്റെ അച്ഛനെ കൊല്ലാൻ വന്നെന്ന് പറയാൻ പോവാണോ? നിന്നെ കൊണ്ട് പറയാൻ പറ്റില്ല ഗൗതം. കാരണം എല്ലാവരെയും കൊണ്ട് ഒരേപോലെ പച്ച കുത്തിപ്പിച്ചത് ഞാനാണ്. സേതു സാർ, സമയത്തായിട്ടും എന്താ വീട്ടിലേക്ക് പോവാത്തെ? പോലീസിന് എന്ത് സമയമോ സാറേ? 24 അവേഴ്സും അലർട്ടായിരിക്കണ്ടേ? ശരിയാണ്, പക്ഷെ മനുഷ്യന് റെസ്റ്റ് ആവശ്യമില്ലേ? അതിനു മുമ്പേ അറസ്റ്റാ സാർ അത്യാവശ്യം. എന്താ? അതെ സാർ, ആശുപത്രി ചികിത്സയ്ക്കെത്തിയിരിക്കുന്ന ഗൗതമിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടയുടെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് ഗൗതം പറഞ്ഞു സാർ. അതിനുവേണ്ടിയാ ഗുണ്ടകളുടെ ലിസ്റ്റൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ച കുത്തിയത് ആരാണെന്ന് കണ്ടെത്തി അവരെ ഇൻട്രോഗേറ്റ് ചെയ്താൽ ഉറപ്പായും കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിയും സാർ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. ഭിക്ഷക്കാരെ പോലെ എന്തിനാടാ കൈ നീട്ടി നിൽക്കുന്നത്? പോയി അവരവരുടെ ജോലി ചെയ്യാം. ശരി മുതലാളി. അളിയ, നിന്റെ ദേഷ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ എടുത്തു ചാടരുത്. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. നിന്റെ അനിയത്തിയെ മരുമകളായി വീട്ടിലേക്ക് അയക്കുമ്പോൾ ഞങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അത് നല്ലതായിരിക്കില്ല. വിട്ടേക്കച്ചാ. ഞാൻ അങ്ങനെ വിട്ട് കളയില്ല ദേവാ. ആശുപത്രിയിൽ വെച്ച് എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവനെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. കണ്ടുപിടിച്ചിരിക്കും. അവനെയും അവനെ പറഞ്ഞയച്ചവനെയും ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും ഞാൻ. എന്തു ചെയ്യും? നീ എന്തു ചെയ്യുന്നാടാ? അവനെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയ കാലന്റെ കയ്യിലോട്ട് കിട്ടിയതിന് തുല്യമായിരിക്കും. നീ അവന്റെ ദേഷ്യം കണ്ടോ? അതുകൊണ്ടല്ലേ അച്ഛാ ഞാൻ എല്ലാവർക്കും മുൻകൂട്ടി പച്ച കുത്തിച്ചത്. വി ആർ സേഫ്. നിനക്ക് ആരോടാ ഇത്രയ്ക്ക് ദേഷ്യം? അതിന് ഞാൻ ദേഷ്യത്തിലല്ലല്ലോ. നിനക്കാരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം തീരുന്നത് വരെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത് ചെറുപ്പം മുതലെയുള്ള ശീലമല്ലേ? അതിന് ഞാനിപ്പോ ആരെയും ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്നെ ആരേലും എന്തേലും പറഞ്ഞോ ഇപ്പൊ ഇത്രയ്ക്ക് ദേഷ്യം വരാൻ? നോക്ക് ശിവാനി, എന്റെ മരുമകന് സാവിത്രി ചേച്ചി ഗൗതം എന്ന് പേരിട്ടത് അവനീ മുൻകോപമൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയാണോന്നറിയില്ല. മോശം ആളുകളെ അഗ്നിയെപ്പോലെ എരിച്ചു കളയും. അവനെ ശാന്തനാക്കണമെങ്കിലും സമാധാനിപ്പിക്കണമെങ്കിലും
നിന്റെ വല്യച്ഛനെ പോലെയുള്ള ബുദ്ധിശൂന്യർക്ക് ബുദ്ധി ഉദിച്ച് നന്നാകേണ്ടിയിരിക്കുന്നു. അവന്റെ കോപം പുറത്തു വന്നാൽ ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്നാലും അത് തടയാനാകില്ലെന്ന് കുട്ടിക്കാലത്തെ തെളിയിച്ചതാണ്. അത്ര ആവേശമുള്ള ഒരാള് എന്തിനാ അവര് കാല് പിടിക്കാൻ പറഞ്ഞപ്പോ തല കുനിച്ച് നിന്നു കൊടുത്തത്? 4 സഹോദരിമാർക്ക് ദൈവമായിട്ടുള്ളവൻ മുറപ്പെണ്ണിന്റെ ഭക്തനായി മാറി. സ്ത്രീകളെയെല്ലാം ദേവിയായി കാണുന്നവൻ ഞാൻ എന്തിന് മറ്റുള്ളവരുടെ കാലു പിടിക്കണം എന്ന പുരുഷത്വത്തെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് എന്റെ മുറപ്പെണ്ണും സഹോദരിമാരെ പോലെ ഒരു പെണ്ണ് തന്നെയാണെന്നും നിന്നെയും അവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടാൻ പാടില്ലെന്നും മാത്രമല്ല നിന്നോടൊപ്പം മുറയിൽ ഞാനും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തല കുനിച്ചവനാണ് ഗൗതം. വല്യമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗൗതം ചേട്ടൻ ചെയ്ത കാര്യത്തിന് എന്റെ കല്യാണം ഒന്നും മുടങ്ങിയിരുന്നെങ്കിൽ അപ്പോഴും ഞാൻ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. നിന്നെ നിർബന്ധിച്ചാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് അവനറിയാം. പക്ഷേ നിന്റെ വിവാഹത്തോടൊപ്പം ലക്ഷ്മിയുടെ വിവാഹവും ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ലക്ഷ്മി ഈ വീടിന്റെ മരുമകളാകാതിരിക്കുന്നതാണ് നല്ലത് വല്യമ്മ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, വല്യച്ഛന്റെ ഓർമ്മ വന്നപ്പോ ഒന്ന് പറഞ്ഞു പോയതാ. ഈ വീട്ടില് വരരുതെന്ന് അവര് എന്താ അമ്മേ, അമ്മയോട് എന്തോ വാദിക്കാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല മോനെ, ചെറിയ കുട്ടിയല്ലേ, അവളെ എടുത്തു ചാടി എന്തൊക്കെയോ പറയുന്നു. നമ്മളല്ലേ സമാധാനിപ്പിക്കേണ്ടത്. എന്താ മോളെ, നിനക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണം നടന്നാലും നിന്റെ ഈ ചേട്ടനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നീ വിചാരിച്ചു വെച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല മോനെ. ലക്ഷ്മി വീട്ടിൽ മരുമകളായിട്ട് വന്നാ എങ്ങനെയായി തീരുമെന്ന് നിന്റെ അച്ഛനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇവൾ ഓരോന്ന് പറയുക. അമ്മേ, അച്ഛൻ അവളെ എങ്ങനെ കണ്ടാലും ഞാൻ അവളെ എൻ്റെ ജീവന്റെ ജീവനായി കാണും. കേട്ടില്ലേ ലക്ഷ്മിയെ ഇവന് എത്രമാത്രം ഇഷ്ടമാണെന്ന്? ഒരുപാട് ഇഷ്ട. ശരി, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി, പോയി കിടന്നുറങ്ങ്. കണ്ടില്ലേ മോളെ, നിങ്ങൾ പെണ്ണുങ്ങൾ എൻ്റെ കാഴ്ചപ്പാടില് വെറും പാവകളാണ്. എന്നാൽ ഞാനോ ആ പാവകളെ നിയന്ത്രിക്കുന്നവൻ. അതായത് ഞാനൊരു റിംഗ് മാസ്റ്റർ ആണെന്ന്. അത് നിന്റെ ഓർമ്മയിൽ വച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിനക്ക് വളരെ നന്നായിരിക്കും. ബ്രദർ, ക്ഷമയേക്കാൾ വലിയൊരു ബലം ഒന്നും തന്നെയില്ല. എന്നാൽ ആ ക്ഷമ ഒരു തവണ നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾ ആദിപരാശക്തിയായി മാറും. അത് നിങ്ങൾക്കൊരിക്കലും താങ്ങാനാവില്ല. നിന്നെപ്പോലൊരു ദ്രോഹിക്ക് ലക്ഷ്മിയെപ്പോലൊരു പെണ്ണിനെ കെട്ടാനുള്ള ഭാഗ്യം ആ ദേവി ഉറപ്പായും തടഞ്ഞിരിക്കും. ഏത് ദേവിയാണ്?
ഇത് വെറും ഒരു പാവയല്ല. നീ ചെയ്യുന്ന അക്രമങ്ങളെയെല്ലാം വേരോടെ പിഴുതെറിയാൻ വരുന്ന ദുർഗാദേവി.